എന്താണ് ആക്ച്വലി ആ ഒരു HS എന്ന് പറയുന്നത്? അപ്പോൾ HS എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ നമ്മളുടെ ബോഡിയിൽ മെയിനായിട്ട് നമ്മളുടെ അണ്ടർ ആംസിലൊക്കെയാണ് ഇതുപോലെ ഇങ്ങനെ ചെറിയ ലംബ് പോലെയൊക്കെ വന്നിട്ട് അതിൽ നിന്ന് പഴുപ്പും ബ്ലഡും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിപ്പോൾ ഒരു 10 ലക്ഷം പേരെ എടുത്തു കഴിഞ്ഞാൽ അതിലൊരാൾക്ക് വരുന്നൊരു കണ്ടീഷനാണ്. മരിച്ചു കളയാമെന്നൊക്കെ തോന്നാറുണ്ട്. ഇപ്പം എൻ്റെ മോൾക്ക് ഇപ്പം ഞാനില്ലെങ്കിലും എൻ്റെ വീട്ടുകാരെയും ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെയും അവളെ നോക്കിക്കോളും. അതെന്താ ഈ ബ്ലഡ് വരുന്നത്? അതിങ്ങനെ അതിനകത്ത് ഈ പഴുപ്പും ബ്ലഡും ഇങ്ങനെ ഫില്ലായി നിൽക്കും. ഇങ്ങനെ ഒരു ക്യാവിറ്റി പോലെ ഫോം ആയിട്ടുണ്ടാവും. അതിൽ ഈ പഴുപ്പും ബ്ലഡും ഇങ്ങനെ ഫില്ലായി നിൽക്കും. അതിങ്ങനെ ഓവറായിട്ട് ഫില്ലാവുന്നതിനനുസരിച്ച് അതിങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതിങ്ങനെ വീർത്ത് നിൽക്കുന്ന സമയത്ത് ഭയങ്കര വേദനയായിരിക്കും. ഇങ്ങനെ കുത്തി കുത്തി വേദന വരും നമുക്ക്. എനിക്കിപ്പോൾ ഒരു 14 വർഷമായി ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ട്. അത് ഈ ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരു ഡോക്ടേഴ്സ് ഇത് എടുത്ത് കളയാൻ തയ്യാറായില്ല. ഇപ്പം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഉണങ്ങാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ബ്രെയിനിലേക്ക് അണ്ടർ ആംസിൽ മാത്രമല്ല ബോഡി പാർട്സ് വേറെ വരും. നമുക്ക് ബ്രസ്റ്റിൽ വരാം, ക്ലീവേജിൽ വരും, നമ്മളുടെ ഗ്രോയിൻ ഏരിയയിലൊക്കെ വരാം, ബട്ടക്സിൽ വരുന്നവരൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ എവിടെയാണ് നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ഫോൾഡുകൾ വരുന്നത് അങ്ങനത്തെ ഭാഗങ്ങളിലൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. ചിലപ്പോൾ ഇന്ന് കിടന്നുറങ്ങി നാളെ ഞാൻ എനിക്കൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല.